ദില്ലി കൂട്ടമാനഭംഗ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ വിട്ടയച്ചു. പേര് വെളിപ്പെടുത്താനാകാത്ത സംഘടനയ്ക്കാണ് കുറ്റവാളിയെ കൈമാറിയത്. കുറ്റവാളിയുടെ മോചനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹർജി കോടതി നാളെ പരിഗണിക്കും. അതേസമയം പ്രതിഷേധിച്ച ജ്യോതി സിംഗിന്റെ മാതാപിതാക്കളെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. സ്വരാജ്, ദില്ലി കൂട്ടമാനഭംഗ കേസിലെ പ്രതിയെ ഇപ്പോൾ ദില്ലി കേന്ദ്രീകൃതമായിട്ടുള്ള സർക്കാർ ഇതര സന്നദ്ധ സംഘടനയ്ക്കാണ് കൈമാറിയിരിക്കുന്നത്. ഡിസംബർ 9 തന്നെ പ്രതിയെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് സന്നദ്ധ സംഘടനയ്ക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കൈമാറി എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. നേരത്തെ തന്നെ ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷയടക്കം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് പരാതി അയച്ചിരുന്നു. ഈ പരാതിയുള്ള കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സുപ്രീം കോടതി നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇതിൽ ഈ പ്രതിയുടെ മോചന കാലാവധി നീട്ടിവെക്കണമെന്നും ഇന്ന് പ്രതിയെ മോചിപ്പിക്കരുതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് വനിതാ കമ്മീഷൻ കത്തയച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും പ്രതിയെ നിലവിൽ ഡിസംബർ 9 തന്നെ മോചിപ്പിച്ചിരുന്നു രഹസ്യമായി എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പ്രതിയെ എന്നാൽ ദില്ലിയിൽ തന്നെ താമസിപ്പിക്കും. സുരക്ഷാ കാരണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വനിതാ കമ്മീഷൻ സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസ് CS താക്കൂർ മുമ്പാകെ പരാതി ഉന്നയിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നാളെ സുപ്രീം കോടതിയിൽ അവധിക്കാല ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. എന്തായാലും പ്രതിയെ ഡൽഹിയിൽ തന്നെ മോചിതനാക്കി. ശരി, മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതിയിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ BJP MP കീർത്തി ആസാദ് തെളിവുകൾ പുറത്തുവിട്ടു. ഓഡിയോ വീഡിയോ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് കീർത്തി ആസാദ് പുറത്തുവിട്ടത്. നിലവിലില്ലാത്ത കമ്പനികൾക്ക് DDCA പണം നൽകിയെന്നാണ് കീർത്തി ആസാദ് വ്യക്തമാക്കിയത്. 28 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിക്കിലീക്സ് ഇന്ത്യയുടെ ഒളിക്യാമറ ഓപ്പറേഷൻ വീഡിയോയാണ് പുറത്തുവിട്ടത്. 14 വ്യാജ കമ്പനികളുടെ പേരിലാണ് അഴിമതി നടന്നതെന്ന് പറയുന്നു. ഇതോടെ അരുൺ ജെയ്റ്റ്ലിക്കെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. पुनः फिर जब वो 3 टियर का हुआ तो अच्छी बात है, 3 टियर बना दिए गए. वो 24 करोड़ से एस्केलेट होकर 57 करोड़ हो गया. इसमें प्रश्न ये भी है कि इंजीनियर्स प्राइवेट इंडिया लिमिटेड से हमको पूछना होगा कि काम आपको करना था क्या किसी DDCA के उस समय के मेंबर या एग्जीक्यूटिव में किसी ने आगे सब कॉन्ट्रैक्ट दिया है क्या उन्हीं के लोगों को, क्योंकि वो फिर एक कॉन्फ्लिक्ट ऑफ इंटरेस्ट होता है. 2008 दिसंबर में यह बना करके गए. जनवरी में कॉस्टिक 6 महीने के बाद कॉस्टिक विंडकास्ट, कॉस्टिक फैब, स्पेकॉन इंडिया, कोठारी एसोसिएट्स, ऐसे लोग आए. अब आप जानते हैं कहीं भी घर में भी कहीं शादी ब्याह होता है तो लोग जाके परिवार देखते हैं सामने कैसा है. और ये तो बिजनेस गवर्नेंस नॉर्म्स होते हैं कि एक तो आप टेंडर फ्लोट करते हैं. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. അതേസമയം കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാവുകയാണ്. ഒരു നേതാവും സ്വയംഭൂവായി ഉയർന്നു വന്നതല്ലെന്ന് ചെന്നിത്തലയെ കളിയാക്കി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അച്ചടക്കം പഠിപ്പിക്കാൻ തിരുവഞ്ചൂർ വാർത്താസമ്മേളനം വിളിച്ചത് ശരിയായില്ലെന്ന് ജോസഫ് വാഴക്കൻ MLA പ്രതികരിച്ചു. DCC പുനഃസംഘടന പാർട്ടിയെ നാണം കെടുത്തിയെന്നാരോപിച്ച് MI ഷാനവാസ് MPയും രംഗത്തെത്തി. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് പറഞ്ഞ മുകുൾ വാസ്നിക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി. കത്തയച്ചിട്ടില്ലെന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മുകുൾ വാസ്നിക്കുമായും സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയുമായ അഹമ്മദ് പട്ടേലുമായും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കത്ത് ലഭിച്ച കാര്യം നിഷേധിക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമാണ് ഹൈക്കമാൻഡിന്റെ നിലപാടെന്നും സൂചനയുണ്ട്. ഇതിനിടെ കത്തിനെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാവുകയാണ്. ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി A ഗ്രൂപ്പ് നേതാവും മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ പരസ്യ പ്രസ്താവന നടത്തി ആളുകളെ ഹരം കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉന്നയിക്കേണ്ട സമിതിയിൽ ഉന്നയിക്കണം. അവിടെ നിന്ന് പരിഹാരം തേടിക്കണം. ഒരു നേതാവ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് നേതാവ് ഉണ്ടാകുന്നത്? സ്വയംഭൂവായിട്ടുണ്ടാകുന്നതല്ലോ. ഈ 10,000ങ്ങളുടെ കഷ്ടപ്പാടാണ്, അവരുടെ ചോരയും നീരുമാണ്. തിരുവഞ്ചൂരിന് തിരിച്ചടിയുമായി ജോസഫ് വാഴക്കൻ MLAയും രംഗത്തെത്തി. അച്ചടക്കം പഠിപ്പിക്കാൻ തിരുവഞ്ചൂർ വാർത്താസമ്മേളനം വിളിക്കേണ്ടതില്ലെന്നും മുൻകാല പ്രവർത്തനങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നത് നന്നായിരിക്കുമെന്നുമായിരുന്നു പ്രതികരണം. മാനദണ്ഡങ്ങളും പാരമ്പര്യവും കാറ്റിൽ പറത്തിയുള്ള DCC പുനഃസംഘടന പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയതായി പ്രമുഖ I ഗ്രൂപ്പ് നേതാവും MPയുമായ MI ഷാനവാസും ആരോപിച്ചു. KPCC അധ്യക്ഷനെതിരെയുള്ള ഒളിയമ്പായിരുന്നു ഷാനവാസിന്റേത്. DCC പുനഃസംഘടന പാർട്ടിക്ക് ബാധ്യതയാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവാദമായതോടെ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. രമേശ് ചെന്നിത്തല അയച്ച കത്തിന് പിതൃത്വമില്ലെന്ന് KM മാണിയും കത്ത് വിവാദത്തിൽ പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് പി വി ജോണിന്റെ കുടുംബം KPCCക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത്. നടപടി കീഴ്ഘടകങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്ന് ജോണിന്റെ കുടുംബം ആരോപിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ DCC പ്രസിഡന്റിന്റെ പേര് പരാമർശിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. KPCCയുടെ കമ്മീഷനിൽ എനിക്ക് അസംതൃപ്തിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ചാച്ചൻ കത്തി പറഞ്ഞ 4 പേരുടെ നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ട് DCC ജനറൽ പ്രസിഡന്റിൻ്റെ പേര് നടപടി എടുത്തില്ല? അതുപോലെ തന്നെ PK രാജമാഷിൻ്റെ പേരിൽ എന്ത് നടപടി എടുത്തു? എന്തുകൊണ്ട് നടപടി എടുത്തു? കത്തിൽ പറഞ്ഞ 4 പേരെ നടപടി എടുക്കണം നമ്മൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുത്തിട്ടില്ല അവർ? അപ്പോൾ ഒത്തുകളിച്ച് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാനിത് അന്വേഷണ വിധമായി സ്വകാര്യ അന്യായം കേസ് ഫയൽ ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഇത് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കളിയാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. തനിക്ക് പകരം പുതിയ മന്ത്രി ഉണ്ടാകില്ലെന്ന് KM മാണി. ബാർക്കോഴ കേസിൽ പുനരന്വേഷണം നീട്ടരുതെന്നും മാണി ആവശ്യപ്പെട്ടു. കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് പറയും. സുരാജ്, വളരെ രൂക്ഷമായ വിമർശനങ്ങളും ആവശ്യങ്ങളുമാണ് കേരള കോൺഗ്രസിന്റെ കോട്ടയത്ത് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. അതായത് KM മാണി ഈ യോഗത്തിൽ പറഞ്ഞത് ബാർ കേസിന്റെ അന്വേഷണം നീട്ടരുത്, ഇനി വെച്ച് ഇനി നീട്ടിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല, അന്വേഷണം നീട്ടരുത്. തനിക്ക് ബാർ കേസിന്റെ അന്വേഷണത്തിന് ഇനി ഭയമില്ലെന്നും ഇത് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കണമെന്നും KM മാണി ഈ യോഗത്തിൽ ഉന്നയിച്ചു. അതേസമയം കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം നേതാക്കൾ, കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യം ഉന്നയിച്ചു. ഇത് PT ജോസും KA ദേവസ്യ, വിക്ടർ T തോമസ് അടക്കമുള്ള നേതാക്കളാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. ഇത് UDF ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. കാരണം 2 നീതി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കെ തന്നെ കേരള കോൺഗ്രസിന് KM മാണിക്കെതിരെ മാത്രം ബാർ കേസിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടായതിൽ ഇവർക്ക് എതിർപ്പുണ്ട്. കൂടാതെ മാണി ഈ യോഗത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം തനിക്ക് പകരം മറ്റൊരു ധനമന്ത്രി ഉണ്ടാകില്ല എന്നതാണ്. നേരത്തെ തന്നെ CF തോമസ് മന്ത്രിയാകും എന്നതടക്കമുള്ള ചില വ്യക്തമാണ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഫാസിസത്തിനെതിരെ ഒന്നിക്കുക എന്ന സന്ദേശമുയർത്തി കൊച്ചിയിൽ മനുഷ്യ സംഗമം. നേതാക്കളും കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മനുഷ്യ സംഗമത്തിൽ ഒത്തുചേർന്നു. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നു. ഉമേഷ് പറയും. സുരരാജ്, ഫാസിസത്തിനെതിരെയുള്ള മനുഷ്യ സംഗമം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോൾ സമാപന പൊതുസമ്മേളനം നടക്കുകയാണ്. പോസ്കോ സമര നേതാവ് അഭയ് സാഹുവാണ് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. NS മാധവൻ, M ലിജു, മേദ്രി തുടങ്ങി വിവിധ സാംസ്കാരിക പ്രമുഖർ ഈ സമാപന പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതിനു മുൻപായി റിമ കല്ലിങ്ങലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ആടണം എന്ന രീതിയിൽ ഫാസിസത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഒരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ എല്ലാവരും ആടണ എന്ന പരിപാടിയിൽ പങ്കുചേർന്നിരുന്നു. ഇതുകൂടാതെ രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികൾ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. കലാപരിപാടികളും കവിതാലാപനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി നടന്നത്. ഇപ്പോൾ സമാപന പൊതുസമ്മേളനം നടക്കുകയാണ്. സുരാജ്, ശരി. KM ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെതിരെ പിണറായി വിജയൻ. ക്ഷേത്ര പരിസരത്ത് അന്യമതസ്ഥരെ മാറ്റണമെന്ന കുമ്മനത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പിണറായിയുടെ പ്രതികരണം. കുമ്മനത്തിന്റെ പ്രസ്താവന തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ പ്രഖ്യാപനമാണെന്നും കേരളത്തിന്റെ പാരമ്പര്യം തകർക്കാനാണ് RSS ശ്രമമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആരാധനാലയത്തിന് പുറത്തുള്ളവരെ മതം തിരിച്ച് വിലക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയിലെത്തി. ഇതോടെ അരയടി വീതം തുറന്ന 4 ഷട്ടറുകളിൽ 2 എണ്ണം തമിഴ്നാട് 1 അടി വീതമാക്കി ഉയർത്തി. നേരത്തെ സെക്കൻഡിൽ 800 ഘനയടി ജലമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ 1200 ഘനയടിയായാണ് വർദ്ധിപ്പിച്ചത്. പെരിയാർ വനമേഖലയിൽ മഴ തുടരുന്നതിനാൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്നും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ V രതീശൻ മുന്നറിയിപ്പ് നൽകി. ഇന്ധനവില കുറയ്ക്കാൻ പീപ്പിൾ ക്യാമ്പയിനിൽ അണിചേരും. പ്രധാനമന്ത്രിക്ക് സന്ദേശമെത്തിക്കാൻ #ക്യാമ്പയിൻ #റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM. ഫേസ്ബുക്കിൽ ഇതേ പേരിൽ പേജും. അണിചേരും. പെട്രോൾ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൈരളി TV നടത്തുന്ന വാർത്താ ക്യാമ്പയിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു കൂട്ടം യുവാക്കൾ ബൈക്ക് റാലി നടത്തി. ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബായ സ്ട്രോക്കേഴ്സ് മലബാർ സംഘടിപ്പിച്ച റാലിയിൽ 300ഓളം ബൈക്കുകളാണ് പങ്കെടുത്തത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുമ്പോഴും രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ വില കുറയാത്ത സാഹചര്യത്തിലാണ് കൈരളി TV ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യമുയർത്തി #വാർത്താ ക്യാമ്പയിൻ ആരംഭിച്ചത്.
മികച്ച പിന്തുണയാണ് സമൂഹത്തിലും സോഷ്യൽ മീഡിയകളിലും കൈരളിയുടെ വാർത്താ ക്യാമ്പയിന് ലഭിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന കൈരളി ടിവിയുടെ പുതിയ ഉദ്യമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 300ഓളം യുവാക്കൾ ബൈക്ക് റാലി നടത്തി. മലബാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈക്ക് റൈഡേഴ്സ് ക്ലബ്ബ് സ്റ്റോക്കേഴ്സിലെ അംഗങ്ങളാണ് കൈരളി ടിവിയെ പിന്തുണച്ച് പെട്രോൾ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. സ്റ്റോക്കേഴ്സ് മലബാർ ഹെഡ് പൃഥുൽ: ഞങ്ങൾ കൈരളി ചാനലിൻ്റെ ഒരു ക്യാമ്പയിൻ കണ്ടിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾ തുടക്കമിട്ടത്. അതിൽ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്രോളിൽ ഇതുവരെ വരാത്ത വില വ്യത്യാസം അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച റാലി 170 കിലോമീറ്റർ പിന്നിട്ട് തലശ്ശേരിയിൽ സമാപിക്കും. സ്റ്റോക്കേഴ്സ് ക്ലബ്ബ് സമാഹരിച്ച ധനസഹായം തലശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥിനിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകാനും കൂടിയാണ് ബൈക്ക് റാലി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഗോള വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായി രാജ്യത്തെ ഇന്ധനവില കുറയ്ക്കണമെന്ന കൈരളി പീപ്പിൾ നിവേദനത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. നിവേദനം പരാതിയായി സ്വീകരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോഴും ഇന്ത്യൻ വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാത്ത നടപടിക്കെതിരെ കൈരളി പീപ്പിൾ സംഘടിപ്പിച്ച ക്യാമ്പയിന് വൻ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കൈരളി പീപ്പിൾ നിവേദനം നൽകിയിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ ബാരലിന് $120 ആയിരുന്നു അസംസ്കൃത എണ്ണയുടെ വില. എന്നാൽ ഇന്നത്തെ വില $36. ഈ കുറവ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കാത്തത് പരിശോധിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എണ്ണയുടെ അടിസ്ഥാന വിലയേക്കാൾ നികുതി ചുമത്തി ജനത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നിവേദനം പരാതിയായി സ്വീകരിക്കുന്നുവെന്നും ഇക്കാര്യം പരിഗണിക്കുമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പൂർവാചാരപ്രകാരം മണർകാട് സംഘം ശബരിമലയിലെത്തി അയ്യപ്പ സന്നിധിയിൽ പണക്കീഴ് സമർപ്പിച്ചു. ആദ്യകാലത്ത് തന്ത്രിയെയും മേൽശാന്തിയെയും സുരക്ഷിതമായി ശബരിമലയിൽ എത്തിച്ചിരുന്നത് മണർകാട് സംഘമായിരുന്നു. ഈ ഓർമ്മ പുതുക്കാനാണ് മണർകാട് നിന്നും 42 അംഗ സംഘം ശബരിമലയിലെത്തിയത്. 2006 മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികളെ നേരിടുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ NSG കമാൻഡോ മനേഷ് ഇത്തവണയും ശബരിമല ദർശനത്തിനെത്തി. ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയ കണ്ണൂർ സ്വദേശി മനേഷിനെ സുഹൃത്തുക്കളായ കമാൻഡോകളാണ് സന്നിധാനത്തെത്തിച്ചത്. ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത മനേഷ് പമ്പയിൽ നിന്നും ഇക്കുറി സന്നിധാനത്തേക്ക് നടന്നു കയറുകയായിരുന്നു.